വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. മലമ്പുഴ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ PA സുരേഷ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും ലീഗ് നേതാക്കളെയും സന്ദർശിച്ചു. രാവിലെ 11 മണിയോടെയായിരുന്നു പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വസതിയിൽ വെച്ച് തങ്ങളുമായും മുസ്ലിം ലീഗ് നേതാക്കളെയും സുരേഷ് കണ്ടത്. സുരേഷിന്റെ മാറ്റം ജനങ്ങൾ അംഗീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് തങ്ങൾ പറഞ്ഞു. മലമ്പുഴ VSന്റെ സ്ഥിരം മണ്ഡലമായിരുന്നു. മലമ്പുഴയുമായി സുരേഷിന് പൊക്കിൾ കൊടി ബന്ധമാണുള്ളതെന്നും അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാനാകുമെന്നും തങ്ങൾ അഭിപ്രായപ്പെട്ടു. വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം നമ്മൾ പലപ്പോഴും അദ്ദേഹത്തെ കാണാറുണ്ടായ കൂടെ ആയിരുന്നു. അതിനുശേഷവും പലയിടത്തും വെച്ച് കാണാറുണ്ട്. അപ്പോൾ അദ്ദേഹം ജനാധിപത്യ ചേരിയിലേക്ക് കടന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഞാൻ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. രാഷ്ട്രീയ കേരളത്തിൽ തന്നെ നല്ല ചിന്താപരമായിട്ട് നല്ലൊരു മാറ്റങ്ങൾ, നല്ലൊരു സന്ദേശം ഇതിലൂടെ നമുക്ക് പുറത്തേക്ക് നൽകാൻ കഴിയും എന്നാണ് നമുക്ക് വിശ്വസിക്കുന്നത്. കാരണം സുരേഷിന് ഒരുപാട് കാലത്ത് പാരമ്പര്യമുണ്ടല്ലോ, ജനങ്ങൾക്ക് അത് ബോധ്യവുമാണ്. ആ പാരമ്പര്യത്തെക്കുറിച്ച് അറിയുന്ന ജനങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിൽ വന്നിട്ടുള്ള ഈ മാറ്റത്തെ ജനങ്ങളും അത് അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അത് UDFന് നല്ല കരുത്തും ആവേശവും പങ്കിടുന്നു. മലമ്പുഴയിലെ ഒരു സാധ്യത എങ്ങനെ വർദ്ധിപ്പിക്കും? മലമ്പുഴ എന്നുള്ളത് ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൊക്കിൾ കൊടി ബന്ധമായിരിക്കും മലമ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. VSന്റെ ഒരു സ്ഥിരം മണ്ഡലമായിരുന്നു. അപ്പം അവിടെ അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം, അവിടുത്തെ ജനങ്ങളെ അദ്ദേഹത്തിന് അറിയാവുന്നതാണ്, നേതാക്കളെ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ മലമ്പുഴയും തൊട്ടടുത്ത മണ്ഡലങ്ങളിലൊക്കെ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. അപ്പോൾ ആ നിലയ്ക്ക് തന്നെയാണ് നമ്മൾ അതിനെ നോക്കുന്നത്. പാണക്കാട് ഒരു സാംസ്കാരിക കേന്ദ്രമാണെന്നും തങ്ങളുടെ അനുഗ്രഹം തേടിയാണ് പാണക്കാട് എത്തിയതെന്നും സുരേഷ് പറഞ്ഞു. ഇവിടെ വരാൻ പലതവണ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇപ്പോഴാണ് സാധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലമ്പുഴയിൽ മത്സരിക്കുന്ന കാര്യം UDF തീരുമാനിക്കുമെന്നും സുരേഷ് പറഞ്ഞു. സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. കേരളത്തിൻ്റെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് കൊടപ്പനക്കൽ തറവാട്. ഞാൻ കേട്ടറിവുള്ളത് ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ തറവാട്ടിൽ ഒന്ന് കയറണം, അനുഗ്രഹം വാങ്ങണം. ഇന്നാണ് അത് സാധിച്ചത്. അത് TK ഫിറോസും അലിസാറും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടെ എത്തിച്ചത്. എന്തായാലും ആ അനുഗ്രഹം കേരളത്തിലെല്ലാ ആളുകളുടെയും എന്നതിനേക്കാളും ഉപരിയായിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ ഇതിൽ കാണുന്നത്. ഇവിടെ വരാനും തങ്ങളെ കാണാനും അദ്ദേഹത്തിൻ്റെയോട് അനുഗ്രഹം വാങ്ങാനും 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യാനും കഴിഞ്ഞതിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമായിട്ട് ഞാൻ പറഞ്ഞു. മലമ്പുഴയിലെ കോൺഗ്രസ് 3ാം സ്ഥാനത്താണ് സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഞാനൊന്നും പറയുന്നില്ല. കാരണം തികച്ചും ഒരു പേഴ്സണലായിട്ടുള്ളൊരു വിസിറ്റും ഒരു അനുഗ്രഹം വാങ്ങലും കൂടിയാണ്. സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഞാനല്ല പറയേണ്ടത്. മലമ്പുഴ BJP ആണ് 2ാം സ്ഥാനത്ത്, 3ാം സ്ഥാനത്ത് 2 തവണയായിട്ട് UDF ആണ്. സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ തിന്മയുടെ രാഷ്ട്രീയത്തെ വെടിയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഭരണത്തെയും അതുപോലെ തന്നെയുള്ള ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങളെയും എതിർക്കാനും ജനങ്ങളാകെ കാത്തിരിക്കുകയാണ്. റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം. UDF നേതൃത്വം പറഞ്ഞാൽ എന്തായാലും ആരായാലും ഇത് സ്ഥാനാർത്ഥി ആരായാലും മത്സരിക്കാൻ തയ്യാറാവുമെന്ന് ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് അവർ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, ഞാൻ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറയേണ്ട ആൾ ഞാനല്ല. അരുൺകുമാറാണെങ്കിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് ഹൈപ്പോത്തിക്കലാണ്. അത് ആലോചിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ തീരുമാനം വരട്ടെ, നമുക്ക് ആലോചിക്കാം. വിഷൻ മലപ്പുറം. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു.
വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875.